ദുർഗാം ജാപി മൃദംഗശൈലനിലയാം ശ്രീ പോർക്കലീയിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസമഹേ സപതിനഃ കുർവഞ്ചമീ മംഗളം. ദക്ഷിണ ഭാരതത്തിലെ അതിപൗരാണിക ക്ഷേത്രമായ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരീ ദേവി ക്ഷേത്രത്തിലാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ അതിമഹത്വം ഉദ്ഘോഷിക്കുന്നതാണ് ഈ ക്ഷേത്രം. നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി നിത്യമെന്നേന ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗശൈലേശ്വരീ ദേവി. വാദ്യങ്ങളുടെ മാതാവായും ദേവവാദ്യമായും അറിയപ്പെടുന്ന മൃദംഗം അഥവാ മിഴാവ് ദേവലോകത്തു നിന്നും പിറന്നു വീണ ശൈലമത്രേ മൃദംഗശൈലം. മൃദംഗരൂപത്തിൽ മഹാദേവി സ്വയംഭൂവായി ഉയർന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നും സംഗീതരൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്ന് എന്നും അത് ലോപിച്ച് മുഴക്കുന്നായെന്നും പറയപ്പെടുന്നു. മൃദംഗശൈലം എന്ന വാക്കിൻ്റെ മലയാള പദം മിഴാവു കുന്ന് എന്നാണ്. മിഴാവു കുന്ന് ലോപിച്ച് മുഴക്കുന്നായെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽമാടത്തിലാണ് ദേവി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായ സ്ഥാനം. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. ഭഗവതം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാത കവച കാലകേയവധം എന്നീ ആട്ടക്കഥ രചിച്ചതും ഈ ക്ഷേത്രത്തിൽ വച്ചാണ്. കോട്ടയം തമ്പുരാൻ കഥകളിയിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്ത്രീവേഷം അദ്ദേഹത്തിന് വേണ്ട വിധം തോന്നായികയാൽ ഇവിടെ ധ്യാനനിരതനാവുകയും പിന്നീട് ക്ഷേത്രക്കുളത്തിൽ ദേവി തന്നെ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നതും ചരിത്രമാണ്. ഇന്നും ആ സ്ത്രീവേഷം തന്നെയാണ് കഥകളിയിൽ ഒരു മാറ്റവും വരുത്താതെ നിലവിലുള്ളത്. കേരളസിംഹം വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലദേവതയായ ശ്രീ പോർക്കലി എന്നും പുകൾപ്പെട്ട മൃദംഗശൈലേശ്വരീ ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്നഭാവങ്ങളിൽ കുടികൊള്ളുന്നു. നാം ഏത് ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ നമ്മിൽ പ്രസാദിക്കുമെന്ന് സാരം. ദക്ഷിണ ഭാരതത്തിലെ എല്ലാ പോർക്കലി ക്ഷേത്രങ്ങളുടെയും ആരൂഢ സ്ഥാനമാണ് ഈ പുണ്യക്ഷേത്രം. ക്ഷേത്രത്തിന് പുറത്ത് മനോഹരമായ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. ഇരുവശത്തും കൂവള മരങ്ങൾ നിറഞ്ഞ കരിങ്കല്ല് പാകിയ ചെറിയ വഴിയിലൂടെ നടന്നാൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്താം. ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന മനോഹരമായൊരു കൊച്ചു ക്ഷേത്രം. മാതങ്കാനന മബ്ജവാസരമണീം ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗ നാരദ കണാം ദ്വാദാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ജാപി മൃദംഗ ശൈലനിലയാം ശ്രീ പോർക്കലീമിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസമഹേ സപതിനഃ കുർവന്ത്വമീ മംഗളം എന്ന് കഥകളിയുടെ വന്ദന ശ്ലോകത്തിലൂടെ സ്തുതിക്കപ്പെടുന്ന മൃദംഗശൈലേശ്വരീ ദേവിയുടെ മഹത്വം ദേശവും കാലവും കടന്ന് ഈ ലോകമാകെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു.